ഹായ് മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ പൊടിയിലോട്ട് വന്നിട്ടുണ്ടോ ചൂണ്ടയ്ക്കായിട്ട്. എല്ലാവരും വന്ന് ഈച്ച അടിച്ച് തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞിട്ട് നീ പോകേണ്ട രക്ഷയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ പോയിട്ട് ഞാനും കുറേ ഈച്ചേനെ അടിച്ചിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ഈവനിങ് നമ്മൾ വീണ്ടും ചൂണ്ടയ്ക്കായിട്ട് വന്നു. ഏകദേശം നല്ല രീതിക്ക് ഇറക്കം പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ചൂണ്ട എറിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കില്ല. വെയിറ്റ് ഇട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം വലയുടെ ഇടയിൽ ഉടക്കും. രണ്ടായാലും എന്തും വരട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ കൊഞ്ചിനെ കൊരുത്തതായി എറിഞ്ഞ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് തലയിൽ കൊരുക്കുമ്പോഴാണ്. ഞാൻ പക്ഷേ ഇത്തവണ വാലിലൊന്ന് കൊരുത്ത് നോക്കിയത് ഓടിക്കളിക്കുന്നെങ്കിൽ അങ്ങനെയെങ്കിലും അടിക്കണമെങ്കിൽ അടിക്കട്ടെ എന്നുള്ള രീതിക്കായിരുന്നു. ഞാൻ ഏകദേശം 3-3:30 ആയപ്പോഴത്തേക്ക് ചൂണ്ടയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ഈച്ചയില്ല, ഒരു പുല്ലുമില്ല. അടിച്ച് ഊപ്പാട് വന്ന അവസാനം ഒരു രക്ഷയില്ലാതെ അവിടെ അങ്ങ് ഇരുന്നു. കുറേ നേരം ഇരുന്നിട്ടും ഒന്നും കിട്ടിയില്ല. കാസ്റ്റ് ചെയ്ത് വെറുതെ മിച്ചം. ഇടയ്ക്കും മുറയ്ക്കും 2-3 ഹമൂർ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒരു 10-150 ഗ്രാം 200 ഗ്രാമേ ഉള്ളൂ. അതിനെല്ലാം തിരിച്ച് റിലീസും ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് വീഡിയോ ഓണാക്കാനോ എടുക്കാനോ പറ്റിയിട്ടില്ല. ചെറിയ അമൂറിനെ പിടിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനങ്ങ് കളഞ്ഞു. കൊഞ്ചിടും കൊരുക്കും താഴെ ഒഴുക്കെടുത്തുകൊണ്ട് പോകും. പിന്നെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അവിടെ നോക്കി ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് നേരം ചെറുതായിട്ട് സന്ധ്യ മയം കഴിഞ്ഞാൽ മീനടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പോകാതിരുന്നു. എന്തായാലും മീനിന് ഒരെണ്ണത്തിനെങ്കിലും കൊണ്ടേ പോകണം എന്നുള്ള വാശിപ്പുറത്ത് നിൽക്കുകയായിരുന്നു. എറിഞ്ഞ് കയറ്റിയിട്ട് കുറേ നേരം നോക്കിയതാ ഇത് കക്കം പിടിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യം പോലെ മീൻ ചെമ്പല്ലി അടിച്ചെടുക്കാമായിരുന്നു. ഇപ്പോൾ ഈ കല്ല് എല്ലാം ഇറങ്ങിക്കിടക്കുന്ന അത്ര ഇറക്കം പിടിച്ചുകൊണ്ടാണ്. നമുക്ക് ഇറക്കം പിടിച്ച് തീർന്ന് കയറ്റം വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് കക്കം പിടിക്കും. കക്കം പിടിക്കുക വെച്ചാൽ അവിടെ നിന്ന് വെള്ളം നിന്ന് കറങ്ങി അവിടെ ഒരു ചെറിയൊരു ഒഴുക്കില്ലാത്ത രീതിയിൽ നിൽക്കുന്ന സമയമുണ്ട്. ആ സമയത്താണ് ചെമ്പല്ലി കൂടുതലായിട്ട് അടിക്കുന്നത്. ഈ ഇറക്കോ ഏറ്റവും നോക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോലെ പണിയും കിട്ടി ഇവിടെ ഇരിക്കേണ്ടി വരും. കുറേ സമയം ഇരുന്ന് വെയിൽ കൊണ്ടുപോക്കി ഒരു രക്ഷയില്ല. അവസാനം ഇരുന്നിരുന്ന് ഒരു മീൻ അടിച്ചതാണെങ്കിൽ അത് പൊട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ കൊഞ്ച് കൊരുത്ത് ചുമ്മാ ഇന്ന് അന്നദാനം നടത്താം എന്നുള്ള പ്ലാനിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം നേരം ഒരു 5:30-6 മണിയായി. ഈ സമയം വരെ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, കിട്ടിയതാണെങ്കിൽ പൊട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് ഏകദേശം 7 മണിയാവാറായപ്പോഴത്തേക്ക് നമ്മളെ കൊഞ്ച് ഏകദേശം കഴിയാറായി. 7 മണിയായപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കൊഞ്ചിനെ ജസ്റ്റ് ഒന്ന് കൊരുത്ത് എറിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു അനിയൻ പയ്യനും അവിടെ ചൂണ്ടയ്ക്ക് വന്നായിരുന്നു. അവനാണ് ആ കൊഞ്ച് കൊരുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അവനങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ കൊഞ്ചിനെ കൊരുത്ത് എറിഞ്ഞിടേണ്ട സമയം നമ്മൾ ഫോണെല്ലാം ഓഫ് ചെയ്തിട്ട് മീനടിക്കുന്നില്ല, എന്തായാലും വെയിറ്റ് ചെയ്ത് ഇരിക്കാന്നുള്ള രീതി നമ്മൾ കൊഞ്ചിനെയും കൊടുത്ത് വെയിറ്റ് ചെയ്ത് ഇരുന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഒരു പടക്കം ഒരു അടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. നമ്മളിതാ എറിഞ്ഞിട്ട് ഒരു ശകല നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട താമസമില്ലായിരുന്നു. എറിഞ്ഞ് താഴെ വീണ താമസം. അതായത് ഇറക്കം ഏകദേശം തീർന്നു, ഇനി കയറ്റം വരേണ്ട ഒരു സമയമായി. ആ സമയം ആയപ്പോഴത്തേക്ക് ഒന്ന് എറിഞ്ഞിട്ടൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. എറിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിയതും ഈ സഞ്ചി കിടക്കുന്ന ആശാൻ കയറി പിടിച്ച് ഏകദേശം 1 kg എബോ വരുന്നൊരു കൊമ്പനെയാണ് നമ്മൾ പിടിച്ച് കയറ്റിയിരിക്കുന്നത്. വന്നതിലും രാത്രി ഇറങ്ങി കൊഞ്ച് കോരിയതിലും പൈസ മുതലായി നമുക്ക്. കാരണം വെച്ചാൽ നല്ല ഐറ്റം എന്ന് വെച്ചാൽ ഫ്രഷ് സാധനം. കടിയൻ ചെമ്പല്ലി പിടിച്ച് കയറ്റിയിട്ട് ഇതിൻ്റെ വായിന്ന് ചൂണ്ടയെടുക്കാനായിട്ടൊരു പുതിയൊരു ടൂൾസ് മേടിച്ചപ്പോഴത്തേക്ക് കോമഡി വേറൊന്നുമില്ല. ചൂണ്ടയുടെ മൂടെത്തിയപ്പോഴത്തേക്ക് ചൂണ്ടയുടെ താഴോട്ട് അത് പോകുന്നില്ല. അവസാനം അത് തിരിച്ചു വെച്ചൊന്ന് എടുക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ചെമ്പല്ലി അതിൽ 4-5 കടി. ആ സമയത്ത് കയ്യോ അതിൻ്റെ വിരളോ അതിൻ്റെ അകത്തായിരുന്നെങ്കിൽ നല്ല രീതിക്ക് സുഖമായേനായിരുന്നു. നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ മൂട് ഭാഗം തിരിച്ചിട്ട് നോക്കി തലഭാഗം പിടിച്ചിട്ട് തിരിച്ചു നോക്കിയിട്ട് ഒരു വിധത്തിൽ റെഡിയായില്ല. അവസാനം കങ്കൂസ് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് ഭാഗം വെച്ച് നമ്മൾ ചെയ്തു നോക്കി അവസാനം അത് എങ്ങനെയും ഊരിയെടുക്കാമെന്നുള്ള സെറ്റപ്പിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് വെറുതെ ആവും എന്നുള്ള 100% ഉറപ്പുള്ളതുകൊണ്ട് പയ്യ അത്രയും സൂക്ഷിച്ചാണ് അതിൻ്റെ എടുക്കുന്നത്. അതിൻ്റെ 2 പല്ല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കടിക്കുന്ന കടി കടിച്ച് ഒറ്റ കുടച്ചിലാണ്. വിരളൊക്കെ അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. തടിയിൽ മില്ലിറക്കുന്ന കണക്ക് അങ്ങനെ നേരെ കയറി പോകും. എന്തായാലും അവനെ പിടിച്ച് നമ്മൾ സഞ്ചിയിലോട്ടാക്കിയിട്ട് എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. കാരണം വെച്ചാൽ അവിടെ നിന്ന് ആർക്കും ഇതേപോലെ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. കിട്ടിയത് എനിക്ക് മാത്രമാണ്. അതിൽ ഞാനും ഹാപ്പി.